മകനെ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ക്രൂരമായി മർദ്ദിച്ചെന്ന് കോഴിക്കോട് താമരശ്ശേരിയിൽ ഫെയർവെൽ പരിപാടിക്കിടെ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയതിൽ ഗുരുതര പരിക്കേറ്റ് അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിയുടെ പിതാവ്. പോലീസ് സംഭവം നിഷ്പക്ഷമായി അന്വേഷിക്കണമെന്നും നീതി ലഭിക്കണമെന്നും ഇനിയൊരു കുട്ടിക്കും ഈ അനുഭവം ഉണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വൈകുന്നേരം 4:30 മകനെ വിളിച്ചുകൊണ്ടുപോയി 2 സ്ഥലത്ത് വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മകനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ആക്രമണമാണ് നടത്തിയത്. മകനെ തല്ലിച്ചതച്ചെന്ന പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മകനെ ഈ അവസ്ഥയിലാക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. മകനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് നടന്നത്. മുതിർന്നവർ മർദ്ദിക്കാതെ ഇങ്ങനെ പരിക്കേൽക്കില്ല. വലിയ ആളുകൾ മർദ്ദിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. അവനെ തല്ലിച്ചതയ്ക്കുകയായിരുന്നു. മാരകമായ പരിക്കാണ് മകനുണ്ടായത്. മുമ്പ് ഒരു സംഘർഷത്തിലും ഉൾപ്പെടാത്ത കുട്ടിയാണ് മകൻ. കേസ് സ്വാധീനം ചെലുത്തി ഇല്ലാതാക്കരുത്, പിതാവ് പറഞ്ഞു. വൈകിട്ട് 4:30 മണിക്കാണ് അടുത്ത കൂട്ടുകാരിൽ ഒരാൾ മകനെ വിളിച്ചിറക്കി കൊണ്ടുപോയത്. രാത്രി 7 മണിക്കാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. ഒന്നും സംസാരിക്കാതെ മുറിയിൽ പോയി കിടക്കുകയായിരുന്നു. പിന്നീട് ഛർദിയും മറ്റും വന്നപ്പോഴാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. അതേസമയം താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഉണ്ടായ സംഘർഷത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി ദൃക്സാക്ഷിയും. വിദ്യാർത്ഥികൾ തമ്മിൽ പലവട്ടം അടി നടന്നതായി ദൃക്സാക്ഷി സാലി പറഞ്ഞു. വിദ്യാർത്ഥികൾ നേരത്തെ സംഘം ചേർന്ന സ്ഥലത്ത് നിൽപ്പുണ്ടായിരുന്നു. സമീപത്തെ കച്ചവടക്കാർ ഇടപെട്ടപ്പോൾ വിദ്യാർത്ഥികൾ സ്ഥലത്തു നിന്ന് മാറി. റോഡിൽ വെച്ചും സംഘർഷമുണ്ടായ സമയത്ത് തന്നെ ട്യൂഷൻ സെന്റർ അധികൃതരെ വിവരം അറിയിച്ചിരുന്നതായും സാലി പറഞ്ഞു. ഇന്നലെയാണ് എളേറ്റിൽ വട്ടോളി MJHSS വിദ്യാർത്ഥികളും താമരശ്ശേരി കോരങ്ങാട് സ്കൂളിലെ വിദ്യാർത്ഥികളും സ്വകാര്യ ട്യൂഷൻ കേന്ദ്രത്തിലെ വെൽഫെയർ പരിപാടിക്കിടെ ഏറ്റുമുട്ടിയത്. കഴിഞ്ഞ ഞായറാഴ്ച ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സുകാരുടെ ഫെയർവെൽ പരിപാടിയിൽ എളവറ്റിൽ വട്ടോളി സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ഡാൻസിനിടെ പാട്ട് നിന്നുപോയപ്പോൾ താമരശ്ശേരി സ്കൂളിലെ ഏതാനും കുട്ടികൾ കൂക്കി വിളിച്ചു. ഇതോടെ തർക്കമായി. പരസ്പരം കലഹിച്ച് വാക്കേറ്റം നടത്തിയ കുട്ടികളെ അധ്യാപകർ ഇടപെട്ട് സമാധാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും മറ്റും ഇരു സംഘവും പ്രകോപനം തുടർന്നു. ഒടുവിൽ ഇന്നലെ വ്യാഴാഴ്ച വൈകിട്ട് ട്യൂഷൻ സെന്ററിന് സമീപം സംഘടിച്ചെത്തി ഏറ്റുമുട്ടുകയായിരുന്നു. 10ാം ക്ലാസ്സുകാരനാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. കുട്ടിയുടെ തലയ്ക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. മാരകമായ ഈ കയ്യാങ്കളിയുടെ ദൃശ്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇവർക്കെതിരെയൊക്കെ പരാതി പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസ് കേസിൽ ഇടപെട്ടിരിക്കുന്നത്. എന്തായാലും ഗുരുതര പരിക്കാണ് കുട്ടിക്ക് ഏറ്റിരിക്കുന്നത്. മാത്രമല്ല, മകനെ മർദ്ദിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് അച്ഛനും ആവശ്യപ്പെട്ടിരിക്കുന്നത്. മകനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നതെന്ന് പിതാവ് പറഞ്ഞു.